സായിരാം സായിരാം. സലാം സാർ. എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർമഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം ശ്രീശങ്കര ആർഷ വിദ്യാപീഠം വിദ്യാർത്ഥികൾ രാമായണ മാസത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന അധ്യാത്മരാമായണ പാരായണം. ഇന്ന് പാരായണം ചെയ്യുന്ന ഭാഗങ്ങൾ സേതുബന്ധനം, മാല്യവാന്റെ ഉപദേശം. പാരായണം ചെയ്യുന്നത് അരുന്ധതി എം നായർ. അരുന്ധതിയെ കുറിച്ച് ഒരു വാക്ക് പറയണം. കാരണം കഴിഞ്ഞ ദിവസം മലയാള മനോരമ പത്രത്തില് അരുന്ധതി എഴുതിയ ഒരു ചെറിയ രാമായണത്തെക്കുറിച്ചുള്ള ഒരു ലേഖനം വന്നിരുന്നു. ആ ലേഖനം വളരെ നന്നായിരുന്നു. അത് വായിച്ചിട്ട് കുടമാളൂരുള്ള ഒരാള്, അരുന്ധതി പൊൻകുന്നത്താണ്, കുടമാളൂരുള്ള ഒരാള് ഇത് വായിച്ചിട്ട്, ഒരു പ്രായമുള്ള ആള്, അയാളെ ലെറ്റർ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ഒത്തിരി പ്രായമുള്ള, ഒരു 87 വയസ്സോ അങ്ങനെ കണ്ടാ എഴുതിയിരിക്കണം തോന്നുന്നു. അദ്ദേഹം അത് വായിച്ചിട്ട്, മോളെ വളരെ നന്നായിരിക്കുന്നു മോള് പറഞ്ഞ കാര്യങ്ങള്. എൻ്റെ ജീവിതത്തില് അച്ഛൻ പറഞ്ഞത് അനുസരിച്ചിട്ട് ഉണ്ടായ ഗുണങ്ങളും അനുസരിക്കാതെ ഇരുന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളും ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണ്. അപ്പൊ മോള് ഈ പിതൃവാക്യം അനുസരിക്കണം എന്ന് മോള് എഴുതിയിരുന്നത് വളരെ ഒരു ശരിയായിട്ടുള്ള കാര്യമാണ്, എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു ലെറ്റർ, അപ്രീസിയേഷൻ ലെറ്റർ, അഭിനന്ദനം ആയിട്ട് മോൾക്ക് ഒരു ലെറ്റർ അയച്ചത് അരുന്ധതി എനിക്ക് ഇട്ടിരുന്നു. അത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അപ്പോ നമ്മുടെ കുട്ടികൾ ഇതൊക്കെ മനസ്സിലാക്കണം. എന്താ വെച്ചാൽ നമുക്ക് തോന്നും ചെറിയ കാര്യമാണെന്ന്, പക്ഷേ ഈ അച്ഛനെയും അമ്മയും അനുസരിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് ഇത്രയും പ്രായമുള്ള ഒരാള് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവത്തെയാണ് പറഞ്ഞത്. അപ്പൊ അത് വളരെയധികം വിലപ്പെട്ടതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത് നമ്മുടെ മഠത്തിലെ ഒരു കുഞ്ഞ് എഴുതിയ ഒരു ലേഖനത്തിലെ അതിനെ ഇത്രയും പ്രായമുള്ള ഒരാള് അതിനെ വളരെ നല്ല രീതിയിൽ പ്രശംസിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു അഭിമാനം നമുക്ക് മഠത്തിനും കൂടിയുണ്ട്, ആർഷവിദ്യാപഠത്തിനും കൂടിയുണ്ട്. അത് എല്ലാ കുട്ടികളും ഇതുപോലെ അരുന്ധതിയെ പോലെ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നാളെ മേലാക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഈ പ്രായമായി അദ്ദേഹം പറഞ്ഞ പോലെ അനുസരിച്ചാൽ എന്താണോ ഗുണം, മധുചേട്ടൻ പറയണ അനുസരണ എന്ന് പറയുന്ന മധുചേട്ടൻ എപ്പോഴും പറയുന്നത്. അപ്പൊ അത് ഇപ്പൊ ഒരാൾ പറഞ്ഞിരിക്കുകയാണ് അയാളുടെ ജീവിതത്തിൽ കൂടി. അപ്പൊ എല്ലാവരും ഇത് മനസ്സിലാക്കുക. അച്ഛനമ്മമാര് പറയുന്നത് അനുസരിക്കുക, ജീവിതം ഐശ്വര്യപൂർണമാക്കുക എന്നൊരു സന്ദേശമാണ് അദ്ദേഹം ഇതിനകത്തൂടെ തന്നത്. അപ്പോ അരുന്ധതിക്ക് അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹവും കൂടെ കിട്ടി. വളരെ സന്തോഷം. ഇന്ന് അതിനുശേഷം രാമസന്ധ്യാനാമം ചൊല്ലുന്ന കുട്ടികള് ഇന്ന് നിരഞ്ജന സുജിത്, ധനഞ്ജയ് സുജിത്, ഇഷാൻ കൃഷ്ണ, വൈഷ്ണവി സൈജു എന്നിവരാണ്. എല്ലാ കുട്ടികളെയും ഇത് പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. അതോടൊപ്പം അവരെ അനുഗ്രഹിക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവരുടെ പാദങ്ങളിലും ഞങ്ങളുടെ നമസ്കാരം. എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അരുന്ധതി വായിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ, നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ,
ശ്രീരാമസ്തുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ. വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ. സേതുബന്ധനം. തത്കാലമർക്കകുലോദ്ഭവൻ രാഘവൻ അർക്കാത്മജാതി കപിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായൊരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്നിരു തോന്നിയതങ്ങനെ തന്നെയെന്നർണവതീരെ കിഴക്കു നോക്കി തൊഴുതർണവലോചനാകിയ രാഘവൻ ദർഭ വിരിച്ചു നമസ്കരിച്ചിരിനാൻ. അദ്ഭുത വിക്രമൻ ഭക്തി പൂണ്ടത്രയും 3 അഹോരാത്രമുപാസിച്ചതങ്ങനെ 3 ലോകത്തിനും നാഥനാമീശ്വരൻ. വാരുധിയുമതി രക്താന്തനേത്രനാം നാഥനും കൊണ്ടുവാചാപവാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും നമശരവിക്രമം. ഇന്നു പെരുവഴി വിളകുന്നതില്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നം മതീയ പൂർവന്മാർ വളർത്തതു ഇന്നു ഞാനില്ലാതെയാകുവാൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിൽ ആകുലമെന്നിയെ വാഴുകിലെന്നുമേ. നഷ്ടമാക്കിയിടുവൻ വെള്ളം കപികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ചർണവതോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായി ശിലീമുഖവിക്രമം. ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം. ഇത്തം രഘുവരൻ വാക്കു കേട്ടന്നേരം പൃഥ്വീരുഹങ്ങളും കാനനജാലവും വൃത്തിയും കൂടി വിറച്ചു ചമഞ്ഞിതു മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും. അബ്ദിയും ശോഭിച്ചു മിത്താൽ കവിൻ ഉത്തുംഗമായി തരംഗാവലിയോടും തസ്ത്രങ്ങളായി പരിതപങ്ങളായി ഭംഗിക്കത്തുക്രനക്രതിമിക്ഷവാദ്യങ്ങളും. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി 10 ദിക്കും നിറഞ്ഞോരു കാന്ത്യാഞ്ചഹസ്തങ്ങളിൽ പരിഗ്രഹ്യ രത്നങ്ങളും വിത്രസ്തനായി രാമപാദാന്തികെ വച്ചു സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു രക്താന്തലോചനാകിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. വരുണസ്തുതി. ത്രാഹി മാം ത്രൈലോക്യപാലക ത്രാഹി മാം വിഷ്ണു ജഗത്പദേ ത്രാഹി മാം പൗലസ്ത്യനാശന ത്രാഹി മാം രാമ രമാപതേ. ആദികാലേ തവ മായാ ഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലാസ്വരൂപനാകും നിൻ തിരുവടി സൃഷ്ടിച്ചതേറ്റം ജഡസ്വഭാവങ്ങളായി. കഷ്ടമിതാർക്കൂ നീക്കാവൂ തവ മതം പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി. തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും മുന്നേ ഭവനിയോഗ സ്വഭാവത്തെ ഇന്നന്യഥാ കർത്തുമാരുള്ളതു ശക്തരായി. താമസോദ്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ. താമസമല്ലോപ്ചുടത്വമാകുന്നതും കാമലോഭാദികളും താമസഗുണം.
മായാരഹിതനായി നിർഗുണനായി നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവനായി ചമഞ്ഞു ഭവാൻ കാരണപുരുഷനായി ഗുണാത്മാവുമായി. അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായിതു ദേവാദികൾ തഥാ. തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ, തത്ര ജോദ്ഭൂതങ്ങളായി പ്രജേഷാദികൾ. തത്രമോഭൂതനായി ഭൂപതിദാനം ഉത്തമ പുരുഷ രാമാദയാനിധി. മായയായി ചന്നനായി ലീലാമാനുഷനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട നാരദം. നിർഗുണനായി സദാചിതജ്ഞനായൊരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷദനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാനെ അങ്ങനെ അറിഞ്ഞിടുന്നു. മൂർഖജനങ്ങൾക്കു സന്മാർഗ പ്രാപകമോർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാം യഥാലകുടം തഥാ. ദുഷ്ടനാശാസനം ധർമ്മം ഭവാദശ്യാം ശ്രീരാമദേവം പരം ഭക്തവത്സലം. കാരണപുരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം. ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ, രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം, രാമലങ്കാമാശു ദദാമി തേ. ഇത്തം മണങ്ങി സ്തുതിച്ച വരുണനോടുത്തമ പുരുഷൻ താനുമരുൾ ചെയ്തു. ബാണം മദീയമോഘമതിന്നിഹ വേണമൊരു ലക്ഷ്യമെന്നുള്ളതും, വാട്ടമില്ലാതൊരു ലക്ഷ്യമതിന്നു നീ കാട്ടിത്തരേണമെനിക്കു വാരാനിധേ. അർണവനാഥനും ചൊല്ലിനാനന്നേരം അന്യൂന്യകാരുണ്യ സിന്ധോ ജഗത്പഥേ. ഉത്തരസ്യാം ദിശീമത്തീരഭൂതലേ ചിത്രദ്രൂമകുലത്യേശം സുഭിക്ഷതം. തത്ര പാപാത്മകളുണ്ടു നിശാചരത്രയും പാരമുപദ്രവിച്ചിടുവോർ. വേകാലവിടെ കൈക്യബാണം തവ ലോകോപകാരമായതു നിർണയം. രാമനും ബാണമയച്ചാനതു നേരം ആമയം തേടിയിടുമാഭീരമണ്ഡലം. എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തൂണീരവും പൂക്കിതാതരാൽ. ആഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തത്പ്രദേശം തഥാ. തത്കുലദേശവും വന്നു തൊട്ടത്രയും മുഖ്യ ജനപദമായി വന്നിതെപ്പോഴും. സാഗരം ചൊല്ലിനാൻ സാധനമന്നേരം ആകുലമെന്നിയേ മജ്ജലേ സത്വരം. സേതു ബന്ധിക്ക നളനാം കപിവരനേതും അവനൊരു ദണ്ഡമുണ്ടായി വരാ. വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പക്രിയാ തൽപരനത്രയും. വിശ്വദുരിതാവഹരണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കുമെന്നു പറഞ്ഞു തൊഴുതുടൻ അപ്തിയും മെല്ലെ മറഞ്ഞരുളീടിനാൻ. സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തിതു സേതു സംബന്ധനേ. മാല്യവാന്റെ വാക്യം. ചാരനായൊരു ശുഗൻ പോകനന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്ദിരേ. വന്നിതു രാവണ മാതാവുതൻ പിതാ ഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ. സത്കാരവും കുശല പ്രശ്നവും ചെയ്തു രക്ഷോവരനുമിരുത്തി യഥോചിതം. കൈകസി താതൻ മതിമാൻ വിനീതിമാൻ കൈകസി നന്ദനൻ തന്നോട് ചൊല്ലിനാൻ. ചൊല്ലുവാൻ ഞാൻ നത്തവ നല്ലതു പിന്നെ നീ എല്ലാം നിനക്കൊത്തവണ്ണമനുഷ്ഠിക്ക. ദുർനിമിത്തങ്ങൾ ഈ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു. കണ്ടീലയോ നാശഹേതുക്കളായി ദശകണ്ഠ പ്രഭോ നീ നിരൂപിക്ക മാനസേ. ദാരുണമായി ഇടിവെട്ടുന്നിതന്വഹം ചോരയും ബെയ്ജിദൂഷ്ണമെത്രയും. ദേവലിംഗങ്ങളിളകി വിയർക്കുന്നു ദേവിയാം കാളിയും ഘോരദ്രംഷ്ടാന്വിതം നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണുന്നു. ഗോക്കളിൽ നിന്ന് ഖരങ്ങൾ ജനിക്കുന്നു മൂഷികന്മാർ ജാരനോട് പിണങ്ങുന്നു.
രോക്ഷാൽ നകുലനോടും അപ്പണ്ണമേ പന്നഗജാലം ഗരുഡനോടും തഥാ. നിന്നെ തീർത്തിടാൻ തുടങ്ങുന്നു നിശ്ചയം മുണ്ഡനായേറ്റം കരാള വികടനായി. വർണ്ണവും പിംഗല കൃഷ്ണമായി സന്തതം കാലനെയുണ്ടു കാണുന്നിതെല്ലാടവും കാലമാപത്തിനുള്ളോന്നിതു നിർണയം. ഇത്തരം ദുർനിമിത്തങ്ങൾ ഉണ്ടായതിനത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളേണമേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതുമേ സംശയമെന്നിയെ സീതയെ കൊണ്ടുപോയി രാമപാതയെ വെച്ചു വന്ദിക്ക വൈകാതെ. രാമനാകുന്നതും വിഷ്ണു നാരായണൻ. വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചു കൊൽക്കദ്വൈനാം പരമാത്മാവിനവ്യയം. ശ്രീരാമപാദബോധം കൊണ്ടു സംസാരവാരാനിധിയെ കടക്കുന്നു യോഗികൾ. ഭക്തി കൊണ്ടന്തഃകരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചു കൊള്ളുക. സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക. സത്യമെത്ര ഞാൻ പറഞ്ഞതു കേവലം പഥ്യം നിനക്കിതു ചിന്തിക്ക മാനസേ. സാന്ത്വനപൂർവം ദശമുഖൻ തന്നോടു ശാന്തനാം മാല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പുറത്തു ദശമുഖൻ പിന്നെയാ മാല്യവാൻ തന്നോടു ചൊല്ലിനാൻ. മാനവനായ കൃപണനാം രാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം. മർക്കടാലംബനം നല്ല സാമർഥ്യമെന്നുൾക്കാമ്പിലോക്കുന്നവൻ ജലനത്രയും. രാമൻ യോഗിക്കയാൽ വന്നിതെന്നോടു സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തു പോയാലും ഇന്നു വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലിവിടുന്നുണ്ടു നിർണയം. വൃദ്ധൻ ഭവാൻ അവിസ്നിഗ്ധനാം മിത്രമിത്യുക്തികൾ കേട്ടാൽ പൊറുത്തുകൂടാ ദൃഢം. ഇത്തം പറഞ്ഞ മാധ്യന്മാരുമായി ദശഭക്തനും പ്രാസാദമൂർത്തികരേറിനാൻ. ഈ രാമായണ മാസത്തോടനുബന്ധിച്ച് രാമായണ പാരായണം ചൊല്ലാൻ എനിക്ക് അവസരം നൽകിയ എന്റെ പ്രിയ ഗുരുനാഥൻ പരമേശ്വരൻ സാറിന്റെയും സ്വാമിയാമഠത്തിലെ ബാക്കി എല്ലാ ഗുരുക്കന്മാരുടെയും പാതാരവിന്ദങ്ങൾ നോക്കി നന്ദി. ഒരുപാട് തിരക്കിനിടയ്ക്കും വീട്ടിലൊരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിലും മോള് രാമായണം പാരായണത്തിന് സമയം കണ്ടെത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും ചെറിയ കുട്ടികൾക്കൊരു മാതൃകയാണ്. വലിയ ക്ലാസ്സിലൊക്കെ ആയാലും ഡിഗ്രിക്കൊക്കെ പഠിക്കാൻ ചേർന്നാലും അത് തുടർന്ന് കൊണ്ടുപോകണം. ഇനിയിപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ എല്ലാം മുന്നോട്ട് പോട്ടെ. എത്രത്തോളം മോളെ കൊണ്ട് പറ്റുമോ അത്രത്തോളം കാലം മോള് വന്നു ചൊല്ലി മറ്റുള്ള കുട്ടികൾക്കൊരു മാതൃകയായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ മോളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഭഗവാൻ ഒരു പരിഹാരം കാണും, സംശയമൊന്നുമില്ല കേട്ടോ. സന്തോഷമായിട്ടിരിക്കെ. അടുത്തതായിട്ട് രാമസന്ധ്യാനാമം. ആദ്യം ഇഷാൻ കൃഷ്ണ. രാമ തപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം വാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദഹനം പശ്ചാദ്രാവണം കുംഭഹരണ ഹനനം ഏലതി ശ്രീരാമായ എനിക്ക് അവസരം തന്ന സൈറാം സാറിനും സായിറാം സാർ രാമായണം പറഞ്ഞേ. രാമായണം ഓക്കെ, റെഡിയായി. മിടുക്കനായി കേട്ടോ, നന്നായിട്ട് ചൊല്ലി. സൂപ്പർ ആണല്ലോ. അടുത്ത വർഷം നമുക്ക് ഇനി കൂടുതൽ നല്ല ഭാഗങ്ങളൊക്കെ ചൊല്ലണം കേട്ടോ. ഇപ്പൊ പേടിയൊക്കെ മാറിയില്ലേ? മിടുക്കനാണ് കേട്ടോ. ഇനി ഞാൻ പഠിപ്പിക്കാൻ ധാരാളം, നന്നായിട്ട് ചൊല്ലണം. ഓക്കെ, ഇപ്പൊ സായിറാം. അടുത്തതായി വൈഷ്ണവി സൈജു. എന്റെ പേര് വൈഷ്ണവി സൈജു. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം
ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ. ഏകശ്ലോക രാമായണം. പൂർവം രാമ തപോവനാദിഗമനം ഹത്വാമൃതം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ ദാഹനം പശ്ചാത് രാവണ കുംഭകർണഹനനം ഏതദ്ധി രാമായണം. ശ്രീരാമ സന്ധ്യാനാമം. രാമ 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 പാഹി മാം. രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം. രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം. ഭക്തിമുക്തിദായക പുരന്ദരാദിസേവിത ഭാഗ്യവാരിദേ ജയ മുകുന്ദ രാമ പാഹി മാം. ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവാശികാമനേ മുകുന്ദ രാമ പാഹി മാം. നിൻചരീതമോതുവാൻ നിലവിലോർമ്മ തോന്നണം പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹി മാം. ശങ്കര സദാശിവ നമ ശിവായ മംഗള ചന്ദ്രശേഖര ഭഗവൽ ഭക്തി കൊണ്ടു ഞാനിതാ രാമമന്ത്രമോതിടുന്നിതാമയങ്ങൾ നീങ്ങുവാൻ രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം. ശിക്ഷയോടു മത്സ്യമായവതരിച്ച മാധവ വക്ഷസാങ്കിതം ഭവിച്ച രാമ രാമ പാഹി മാം. ധർമ്മമോട് മന്ദരമുയർത്തുവാനായി അങ്ങുടൻ കൂർമ്മമായവതരിച്ച രാമ രാമ പാഹി മാം. പാരിടം പിളർന്നു ചെന്നു തേറ്റമേൽ വിഭൂമിയെ പന്നിയായി വീണ്ടുകൊണ്ട രാമ രാമ പാഹി മാം. നാരസിംഹരൂപമായവതരിച്ചു നീ പുര നീതിയായി ഹിരണ്യനെ ഹനിച്ച രാമ പാഹി മാം. ജഗത്രയങ്ങൾ മൂന്നടിയായി അങ്ങളന്നു വാങ്ങുവാൻ ജാതനായ വാമന മുകുന്ദ രാമ പാഹി മാം. ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹി മാം. ഭൂമി ഭാരമാശു തീർത്തു രക്ഷ ചെയ്വതിന്നഹോ ബ്രഹ്മദേവനാൽ വരിച്ച രാമ രാമ പാഹി മാം. ആകയാൽ അയോധ്യമന്നനാം ദശരഥനുടെ ആത്മപുത്രനായി ജനിച്ച രാമ രാമ പാഹി മാം. ദുഷ്ടരാം നിശാചര വധം കഴിച്ചു യാഗവും പുഷ്ടമായി മുടിച്ചു നീ മുകുന്ദ രാമ പാഹി മാം. ഗൗതമന്റെ ശാപമേറ്റു കല്ലതായി കിടന്നൊരു കഞ്ചനേർമിഴിക്കു മോക്ഷമീണ്ട രാമ പാഹി മാം. വിദേഹരാജ്യം ഉൾപ്പുകിന്തു വിശ്വനായകനുടെ വിൽമുറിച്ചു സീതയെ വരിച്ച രാമ പാഹി മാം. അച്ഛനോടും അമ്മയോടും ആശീർവാദവും വഹിച്ചു തുച്ഛമായ വൽക്കലം ധരിച്ച രാമ പാഹി മാം. ഭരതഭാഷിതം ശ്രവിച്ചു പൈതൃകർമ്മ തർപ്പണങ്ങൾ ഭക്തിയായി കഴിച്ചവിടെ രാമ രാമ പാഹി മാം. പാതുകം ഭരതനങ്ങു പൂജ ചെയ്തു കൊള്ളുവാൻ പ്രീതിയായി കൊടുത്തയച്ച രാമ രാമ പാഹി മാം. ഭക്തനാം ജടായുവിനു മോക്ഷവും കൊടുത്തു പിന്നെ ശക്തനാം കബന്ധനെ വധിച്ച രാമ പാഹി മാം. ശബരിയാശ്രമേകമിച്ചു സർവകാര്യവും ഗ്രഹിച്ചു ശബരിയും ഗതിയടഞ്ഞു രാമ രാമ പാഹി മാം. സീതയോടു ചൊല്ലുവതിന്നു ശില്പമായ വാക്യവും ചന്തമോട് ചൊല്ലിവിട്ട രാമ രാമ പാഹി മാം.
ഇന്ദ്രജിത്തിനോടെതിർത്തു ബ്രഹ്മപാശമേറ്റതും ഇംഗിതത്തോടങ്ങറിഞ്ഞ രാമ രാമ പാഹി മാം. ലങ്ക ചുട്ടു ഭസ്മമാക്കി വന്ന മാരുതിക്കുടൻ സങ്കടങ്ങൾ ആശു തീർത്ത രാമ രാമ പാഹി മാം. വഞ്ചിറ തൊടുത്തു പിന്നെ വാർച്ചമോദമൂടുടൻ വാരിധി കടന്നു ചെന്ന രാമ രാമ പാഹി മാം. കമ്പമാർന്ന രാവണന്റെ തമ്പിയായി വിലാസിടുന്ന കുംഭകർണനെ ഹനിച്ച രാമ രാമ പാഹി മാം. ഇന്ദ്രജിത്തിനെ വധിച്ച സുന്ദര കുമാരനായ ലക്ഷ്മണാഗ്രജ വിഭൂ മുകുന്ദ രാമ പാഹി മാം. ദുഷ്ടനാം ദശാനനന്റെ കണ്ഠവും മുറിച്ചു പിന്നെ ശിഷ്ടരക്ഷ ചെയ്തുകൊണ്ട രാമ രാമ പാഹി മാം. രാക്ഷസ കുലം മുടിച്ചു രക്ഷയും വസുന്ധരയ്ക്കു തൽക്ഷണേ വരുത്തി വെച്ച രാമ രാമ പാഹി മാം. വഗ്നിമണ്ഡലേയിരുന്ന സീതയെ വഹിച്ചു കൊണ്ടുവന്ന യോധ്യ പുക്കിരുന്ന രാമ രാമ പാഹി മാം. രത്നമകുടവും ധരിച്ചു ദേവിയോടു കൂടവേ രത്നമഞ്ചമങ്ങതിൽ വസിച്ച രാമ പാഹി മാം. രാജ്യവാസിയായവർക്കു പൂജനായിരുന്നു തത്ര രാജ്യപാലനം വഹിച്ച രാമ രാമ പാഹി മാം. സന്ധ്യനാമ സംഗ്രഹം കലി വിനാശനം പരം സന്ധ്യനേരം ഇങ്ങനെ ജപിക്ക നിങ്ങ സാദരം. ഭക്തിയോടു സന്ധ്യനാമ കീർത്തനം കഥിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഈ രാമായണ മാസത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയ പരമേശ്വരൻ സാറിന്, സ്വാമിയാർ മഠത്തിലെ മറ്റെല്ലാ ഗുരുക്കന്മാർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സങ്കടമൊക്കെ മാറിയോ? ഓക്കെ ആണോ? ഹാപ്പി ആണോ? ആണ്. ഓക്കെ. അപ്പൊ ഇതുപോലെ നമുക്ക് അടുത്ത പ്രാവശ്യവും നല്ല രീതിയിൽ ഒക്കെ രാമായണമൊക്കെ വായിക്കാൻ പറ്റും കേട്ടോ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കുഞ്ഞിനെ. ഓക്കെ. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കണം. സ്വാമിയാർ മഠത്തിലെ കുഞ്ഞുങ്ങൾ ആരും അൺഹാപ്പി ആവരുത്, എല്ലാവരും ഹാപ്പി ആയിരിക്കണം. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ദിവസം ഭയങ്കര സങ്കടമായി പോയി അല്ലേ, ചൊല്ലാൻ പറ്റാതെ ഇരുന്നപ്പോ? ഇപ്പൊ ഓക്കെ, ശരി. ഓക്കെ, സായിറാം. അടുത്തതായി നിരഞ്ജന സുജിത്, ധനഞ്ജയ് സുജിത്, രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് ചൊല്ലുന്നത്. നിരഞ്ജന നല്ല രീതിയിലെല്ലാം ചൊല്ലുന്ന ഒരു കുഞ്ഞാണ്. ധനഞ്ജയ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണ്. രണ്ടുപേരും നമ്മുടെ മഠത്തില് നല്ല രീതിയിൽ നമ്മൾ ക്ലാസ്സുകളിലൊക്കെ വരുന്ന കുട്ടികളാണ്. മക്കളെ ചൊല്ലിക്കോ. സായിറാം സാർ. സായിറാം. സായിറാം. എല്ലാവർക്കും സായിറാം. സായിറാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം. രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം. മോളെ ഒരു മിനിറ്റ്. മോള് സ്വല്പം മോളുടെ സൈഡിലേക്ക് ആദ്യം അഡ്ജസ്റ്റ് ചെയ്ത് വെക്ക്, ഫേസിലേക്ക്. എന്നിട്ട് സ്വല്പം സമയം ഇപ്പൊ രണ്ടുപേരെയും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. മോളുടെ സൈഡിലേക്ക് വെക്കുക, എന്നിട്ട് സ്വല്പം കഴിയുമ്പോൾ മോളുടെ സൈഡിലേക്ക് വെക്കുക. അപ്പൊ ഇപ്പൊ കുഴപ്പമില്ല സർ. ഇപ്പൊ മോളെ കാണാം. ഇന്ന് കുറച്ച് കഴിയുമ്പോ അവന്റെ മുഖത്തേക്ക് വെക്കാം കേട്ടോ. അതേ ഇപ്പൊ ചെയ്യും. ആക്ച്വലി ലാപ്ടോപ്പിലൊക്കെ ക്ലിയർ ആയി കാണാം സാർ, രണ്ടുപേരും വ്യക്തമായി കാണാം. മൊബൈലിൽ മാത്രമേ റെസ്ട്രിക്ഷൻ ഉള്ളൂ, നന്നായി കാണുന്നുണ്ട്. അപ്പൊ ചൊല്ലിക്കോ. ഭക്തി മുക്തിദായക പുരന്ദരാദിസേവിത
ഭാഗ്യവാരിതേ ജയ മുകുന്ദ രാമ പാഹി മാം. ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം. മാനവാശിഖാമണേ മുകുന്ദ രാമ പാഹി മാം. നിൻചരീതമോതുവാനിലോർമ്മ തോന്നണം. പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹി മാം. ശങ്കര സദാശിവ നമ ശിവായ മംഗള. ചന്ദ്രശേഖര ഭഗവത് ഭക്തി കൊണ്ടു ഞാനിതം രാമമന്ത്രമോദിടുന്നിതാമയങ്ങൾ നീങ്ങുവാൻ. രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം. ശിക്ഷയോട് മത്സ്യമായവതരിച്ച മാധവ. വക്ഷസാങ്കിതം ഭവിച്ച രാമ രാമ പാഹി മാം. ധർമ്മമോട് മന്ദരമുയർത്തുവാനയങ്ങുടൻ കൂർമ്മമായവതരിച്ച രാമ രാമ പാഹി മാം. പാരിടം പിളർന്നു ജന്മതേറ്റമേലി ഭൂമിയെ പന്നിയായി വീണ്ടുകൊണ്ട രാമ രാമ പാഹി മാം. നാരസിംഹരൂപമായവതരിച്ചു നീപുരം നീതിയായി ഹിരണ്യനെ ഹനിച്ച രാമ പാഹി മാം. ജഗത്രയങ്ങൾ മൂന്നടിയായങ്ങളന്നു വാങ്ങുവാൻ ജാതനായ വാമന മുകുന്ദ രാമ പാഹി മാം. ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹി മാം. ഭൂമി ഭാരമാശു തീർത്തു രക്ഷ ചെയ്വതിന്നഹും ബ്രഹ്മദേവനാൽ വരിച്ച രാമ രാമ പാഹി മാം. ആകയാൽ അയോധ്യ മന്നനാം ദശരഥനുടെ ആത്മപുത്രനായി ജനിച്ച രാമ രാമ പാഹി മാം. ദുഷ്ടരാം നിശാചരവധം കഴിച്ചു യാഗവും പുഷ്ടമായി മുടിച്ചു നീ മുകുന്ദ രാമ പാഹി മാം. ഗൗതമന്റെ ശാപമേറ്റു കല്ലതായി കിടന്നൊരു കഞ്ചനേർമിഴിക്കു മോക്ഷമീണ്ട രാമ പാഹി മാം. വിദേഹരാജ്യമുൾപ്പുകിന്ദു വിശ്വനായകനുടെ വിൽമുറിച്ചു സീതയെ വരിച്ച രാമ പാഹി മാം. അച്ഛനോടും അമ്മയോടും ആശ്രവാദവും വഹിച്ചു തുച്ഛമായ വൽക്കലം ധരിച്ച രാമ പാഹി മാം. ഭരതഭാഷിതം ശ്രവിച്ചു പൈതൃകർമ്മതർപ്പണങ്ങൾ ഭക്തിയായി കഴിച്ച വീടെ രാമ രാമ പാഹി മാം. പാതുകം ഭരതനങ്ങു പൂജ ചെയ്തു കൊള്ളുവാൻ പ്രീതിയായി കൊടുത്തയച്ച രാമ രാമ പാഹി മാം. ഭക്തനാം ജടായുവിന് മോക്ഷവും കൊടുത്തു പിന്നെ ശക്തനാം കബണ്ഡനെ വധിച്ച രാമ പാഹി മാം. ശബരിയാശ്രമേ ഗമിച്ചു സർവകാര്യവും ഗ്രഹിച്ചു ശബരിയും ഗതിയടഞ്ഞു രാമ രാമ പാഹി മാം. സീതയോട് ചൊൽവതിന്നു ശില്പമായ വാക്യവും ചന്തമോടു ചൊല്ലിവിട്ട രാമ രാമ പാഹി മാം. ഇന്ദ്രജിത്തിനോടെതിർത്തു ബ്രഹ്മഭാഷമേറ്റതും ഇംഗിതത്തോടങ്ങറിഞ്ഞ രാമ രാമ പാഹി മാം. ലങ്ക ചുട്ടു ഭസ്മമാക്കി വന്ന മാരുതിക്കുടൻ സങ്കടങ്ങളാശു തീർത്ത രാമ രാമ പാഹി മാം. വഞ്ചിറ തൊടുത്തു പിന്നെ വാചമോദമൂടുടൻ വാരിധി കടന്നു ചെന്ന രാമ രാമ പാഹി മാം. കമ്പമാർന്ന രാവണന്റെ കമ്പിയായി വിലസിടുന്ന കുംഭകർണനെ ഹനിച്ച രാമ രാമ പാഹി മാം.
ഇന്ദ്രജിത്തിനെ വധിച്ച സുന്ദരാകുമാരനായി ലക്ഷ്മണാഗ്രജ വിഭോ മുകുന്ദ രാമ പാഹി മാം. ദുഷ്ടനാം ദശാനനന്റെ കണ്ഠവും മുറിച്ചു പിന്നെ ശിഷ്ടരക്ഷ ചെയ്തുകൊണ്ട രാമ രാമ പാഹി മാം. രാക്ഷസ കുലം മുടിച്ചു രക്ഷയും വസുന്ധരയ്ക്കു തൽക്ഷണേ വരുത്തി വച്ച രാമ രാമ പാഹി മാം. വന്യമണ്ഡലേയിരുന്ന സീതയെ വഹിച്ചുകൊണ്ട് വന്നയോധ്യവുക്കിരുന്ന രാമ രാമ പാഹി മാം. രത്നമകുടവും ധരിച്ചു ദേവിയോട് കൂടവേ രത്നമഞ്ചമങ്ങതിൽ വസിച്ച രാമ പാഹി മാം. രാജ്യവാസിയായവർക്കു പൂജ്യനായിരുന്നു തത്ര രാജ്യപാലനം വഹിച്ച രാമ രാമ പാഹി മാം. സന്ധ്യനാമ സംഗ്രഹം കലി വിനാശനം വരം സന്ധ്യ നേരമിങ്ങനെ ജപിക്ക നിങ്ങൾ സാദരം. ഭക്തിയോടു സന്ധ്യനാമ കീർത്തനം കതിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഇന്നത്തെ ഈ പുണ്യവേദിയിൽ സന്ധ്യാനാമ ചൊല്ലാൻ അവസരം നൽകിയ പരമേശ്വരൻ സാറിനും സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുജനങ്ങൾക്കും എന്റെ ഹൃദയാംഗമമായ നന്ദി അറിയിക്കുന്നു. സായറാം സാർ. പഠിച്ചു തുടങ്ങിയല്ലേ? ഹൃദയംഗമമായ എന്നൊക്കെ പഠിച്ചു വന്നു വായല്ലോ, അക്ഷരം വരുന്നുണ്ടല്ലേ? നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇത്തിരി ശകലം മടിയുണ്ടെന്നുള്ളതേ ഉള്ളൂ. ധനഞ്ജയ് എന്ന് കാണട്ടെ. ധനഞ്ജയെ തനിയെ ചൊല്ലിക്കാനിരുന്നതാണ് ഞാൻ, അല്ലേ? പറഞ്ഞ സമയത്ത് പഠിച്ചില്ല. അപ്പൊ ഇനി ഇങ്ങനെ പറ്റില്ല. അടുത്ത പ്രാവശ്യം ചേച്ചിയുടെ കൂടെ ചൊല്ലിക്കത്തില്ല, ഒറ്റയ്ക്കേ ചൊല്ലിക്കത്തുള്ളൂ. അപ്പോ ഒറ്റയ്ക്ക് പഠിക്കണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. മടിയുള്ളതൊക്കെ മാറ്റണം, ഞാൻ അമ്മയോട് പറയുന്നുണ്ട്. ഓക്കെ, മിടുക്കനായിട്ട് വരണ്ടേ, മടിയൊക്കെ മാറണ്ടേ, ചേച്ചിയെ പോലെ തനിയെ ചൊല്ലാൻ പറ്റണ്ടേ? രണ്ടുപേരും കൂടെ അല്ല ചൊല്ലണ്ടേ. ഇനി അടുത്ത പ്രാവശ്യം ഒറ്റയ്ക്ക് ചൊല്ലണം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? കുഞ്ഞുങ്ങൾക്ക് ചൊല്ലുന്നില്ലേ തനിയെ? അപ്പൊ മടിയൊക്കെ മാറ്റി വെക്കണം. ചേച്ചി അമ്മയും പറഞ്ഞാ കേക്കണ്ടേ കേട്ടോ. ഓക്കെ, മിടുക്കനാവണം. ശരി, സൈറാം മാറ്റാ. സമയം പോകുന്നത് തന്നെ അറിയുന്നില്ല. ഒരു തപസ് പോലെയാണ് ഇത് കാണുന്നത്. സുഹൃത്തുക്കളായ കുഞ്ഞുങ്ങളുടെ ഈ രാമായണ പാരായണവും സന്ധ്യാനാമ ജപവും ഒക്കെ സത്യത്തില് ഇതിൽപ്പരം ഒരു ധനം അവർക്ക് സമ്പാദിക്കാനില്ല. ജീവിതത്തിൽ എന്തെല്ലാം നേടിയാലും ശരി, ഭഗവാൻ അനുഗ്രഹമില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. അതിൻ്റെ ആദ്യത്തെ പടിയാണ് ഈ നാമജപവും ഭഗവാന്റെ കഥകൾ പറയുകയും ഭഗവാന്റെ കഥകൾ കേൾക്കുകയും ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുക. ജീവിതത്തിൽ സുഖത്തിനും സന്തോഷത്തിനും സർവൈശ്വര്യത്തിനും അടിവരയിട്ട് പറയുകയാണ് ശാശ്വത സമാധാനത്തിനും. ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നുള്ളത് ശാസ്ത്രം വിധിച്ചിട്ടുള്ളതാണ്. എത്രയെത്ര ഉദാഹരണങ്ങളാണ് രാമായണത്തിലും ഭാഗവതത്തിലും ഒക്കെ ഉള്ളത്. നമുക്ക് ആശ്രയിക്കാൻ ഒരേ ഒരാളേ ഉള്ളൂ, ഭഗവാൻ മാത്രം. ആ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ സർവ്വതും നമുക്ക് ലഭിച്ചിരിക്കും, ഒരു സംശയം വേണ്ട. അതുപോലെ തന്നെ ദുഃഖത്തിന് ഇടം കൊടുക്കരുത്. യാതൊരു കാരണവശാലും ദുഃഖിക്കരുത് എന്ന് ഭഗവാൻ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ദുഃഖിക്കുന്നത്? ദുഃഖത്തിന് പരിഹാരം ഉണ്ടാക്കുന്നത് ഞാനാണോ? അന്തര്യാമിയായുള്ള സർവേശ്വരൻ എല്ലാത്തിനും മാർഗം പരിഹാരം കണ്ടെത്തും. അതുകൊണ്ട് നമ്മൾ അൺകണ്ടീഷണലായിട്ട് ഭഗവാനെ അഭയം പ്രാപിക്കുക. അതാണ് ഈ കുഞ്ഞുങ്ങൾക്ക്
അതിനുള്ള നിർദ്ദേശങ്ങളാണ് ബഹുമാനപ്പെട്ട പരമേശ്വരൻ സാറ് ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇതിൽ നിന്ന് ഒരു നേട്ടവും ഇല്ല, ഒരു നേട്ടവും. ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു കുഞ്ഞിനെയെങ്കിലും നാമം ജപിപ്പിക്കാൻ എനിക്ക് സാധിച്ചാൽ എൻ്റെ ജന്മം സഫലമായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി ആ വാക്കിന്റെ അർത്ഥവ്യാപ്തി എന്ന് മാത്രം ഉണ്ടെന്ന്. അപ്പൊ ഒരാളെങ്കിലും ഈ നാമജപം കൊണ്ട് രക്ഷപ്പെട്ടാൽ അദ്ദേഹം ധന്യനായി. നിങ്ങളെല്ലാവരും, നിങ്ങളുടെ അച്ഛനമ്മമാരും ഒക്കെ ഈ ഭഗവാനെ ആശ്രയിക്കാനുള്ള വഴികളാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അനുസരണയുടെ കാര്യം പറഞ്ഞല്ലോ, ഒരു പഞ്ചാക്ഷരി മന്ത്രമാണത്. അനുസരണം. ഒരിക്കലും ഇതനുസരിക്കാതിരിക്കരുത്. അച്ഛൻ പറയുന്നതനുസരിക്കണം, അമ്മ പറയുന്നതനുസരിക്കണം, ഗുരുക്കന്മാർ പറയുന്നതനുസരിക്കണം. ഈ ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളനുസരിച്ച് ജീവിതത്തിൽ അനുഷ്ഠാനമായിട്ട് കൊണ്ടുവരണം. എല്ലാ വിജയങ്ങളും സർവൈശ്വര്യങ്ങളും സമാധാനവും ശാശ്വത ശാന്തിയും ഉണ്ടാകാനായിട്ട് ഇതല്ലാതെ ഒറ്റൊരു മാർഗമില്ല എന്നുള്ള കാര്യം എത്ര ഉദാഹരണങ്ങൾ വേണേലും പറയാം. നിങ്ങൾക്ക് ഇത് അനുസരിക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. അരുന്ധതിയും നിരഞ്ജന സുജിത്തും ധനഞ്ജയും വിശാലും വൈഷ്ണവയൊക്കെ എത്ര സുഹൃതം ചെയ്ത കുട്ടികളാ. നിങ്ങൾക്കറിയാൻ പാടില്ല ഈ ധ്യാനം കൊണ്ടും ഈ പാരായണം കൊണ്ടും ഒക്കെ ലഭിക്കുന്ന സുഹൃതം എന്തുമാത്രം ഉണ്ടെന്ന്. നിങ്ങൾ മാത്രമല്ല ഇത് ഇതിൻ്റെ സൽഫലങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങളുടെ കുടുംബം മുഴുവൻ അനുഭവിക്കും. ഒരു സംശയവും വേണ്ട. നിങ്ങൾക്കെല്ലാം ഭഗവാൻ നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങളുടെ പാദങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസവും ധന്യമായി. അരുന്ധതി വളരെ ശാന്തമായി, അതായത് ഓരോ ശൈലികളാണ് ഓരോരുത്തരും പ്രത്യേകതയായിട്ട് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. അരുന്ധതിയുടെ വളരെ ശാന്തമായ മിതമായ രീതിയിലുള്ള ആ ഒരു പാരായണം, അതിന്റെ പ്രത്യേകത ശരിക്കും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതായിരുന്നു. അഫ്കോഴ്സ് അരുന്ധതി ക്വൈറ്റ് എക്സ്പീരിയൻസ്ഡ്, അത് കേൾക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. വളരെ നന്നായി ചൊല്ലി മോളെ. ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ നൽകട്ടെ. ഇഷാൻ ചെറിയ കുട്ടിയാണെങ്കിലും നല്ല കൗതുകത്തോടുകൂടി ഏകശ്ലോകി രാമായണം നന്നായി ചൊല്ലി മിടുക്കൻ, നല്ല ഭാവിയുണ്ട്. അടുത്ത വർഷങ്ങളിൽ നന്നായി തന്നെ പെർഫോം ചെയ്യുമെന്ന് തീർച്ചയായും ഉറപ്പുമുണ്ട്. അഫ്കോഴ്സ് സ്വാമിയാർ മഠത്തിൽ വന്നുപെട്ട കുട്ടികളെല്ലാവരും ആ രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടേയിരിക്കുകയുള്ളൂ ഭഗവാന്റെ അനുഗ്രഹത്തിൽ എന്നതിൽ യാതൊരു സംശയവുമില്ല. വൈഷ്ണവിക്കുട്ടിക്ക് അന്ന് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. ഇന്റർനെറ്റ് പ്രോബ്ലം, മഴ എല്ലാം കാരണം ശബ്ദം കുറച്ചേ കേട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കേൾക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഞങ്ങൾക്കും വളരെ വിഷമമായി. പക്ഷെ ഇന്ന് അതൊക്കെ പകരം തീർത്തുകൊണ്ട് വൈഷ്ണവി തന്നെ വളരെ എന്താ പറയുക, നല്ല സ്ഫുടമായ ശബ്ദത്തിൽ വളരെ ഭംഗിയായി, യാതൊരു സംശയവും ഇല്ലാണ്ട് ഭംഗിയായി സന്ധ്യാനാമം ചൊല്ലി. നന്നായിരുന്നു മോളെ. വളരെ സന്തോഷം കേട്ടോ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. പിന്നെ നിരഞ്ജനയും ധനഞ്ജയും, ആ രണ്ടുപേരും കൂടിയുള്ള ചൊല്ലൽ അതിമനോഹരമായിരുന്നു എന്ന് തന്നെ പറയണം. അഫ്കോഴ്സ് പരമേശ്വരൻ സാർ പറയുന്ന പോലെ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യാനുള്ള കോൺഫിഡൻസും ധൈര്യവും കുട്ടികൾക്ക് ഉണ്ടാവണം. അപ്പോഴാണ് അവർ വ്യക്തമായും സ്ഫുടമായും നന്നായി ചൊല്ലാൻ പഠിക്കുകയുള്ളൂ. പക്ഷെ ചില സമയത്ത് ഇത്തരം സ്തുതികളും സന്ധ്യാനാമങ്ങളും ഒക്കെ അന്ന് മാമിയ പറഞ്ഞെന്ന് തോന്നുന്നു. കുട്ടികൾ ഒന്നിച്ച് ചൊല്ലുമ്പോൾ അത് കേൾക്കാൻ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു സുഖം തന്നെയാണ്. ഇന്ന് ധനഞ്ജയൻ തന്നെ ഒപ്പത്തിനൊപ്പം ചേച്ചിക്കൊപ്പം തന്നെ ഒരു വാക്കും വിടാണ്ട് അതേമാതിരി ഒരേ ഈണത്തിൽ രണ്ടുപേരും ചേർന്ന് തന്നെ മനോഹരമായി തന്നെയാണ് ചൊല്ലിയത്. അതുകൊണ്ട് ധനഞ്ജയ ഒട്ടും വിഷമിക്കണ്ട. സാറ് പറഞ്ഞ പോലെ അടുത്ത തവണ ഒറ്റയ്ക്ക് ചൊല്ലാനൊന്നും ഒരു പരിഭ്രമം വേണ്ട, സുഖമായി ചെയ്യാൻ പറ്റും. പിന്നെ നിരഞ്ജനയ്ക്ക് പിന്നെ സംശയങ്ങളൊന്നുമില്ല. നിരഞ്ജന ഇതുപോലെ വെൽ എക്സ്പീരിയൻസ്ഡ്. എല്ലാവരും നന്നായിരുന്നു. എന്തായാലും അവസാനിക്കുന്നതിന് മുമ്പ് കുട്ടികൾ നമ്മുടെ ഇഷാൻ തന്നെയല്ലേ വിളിച്ചത്, സായിറാം സാറേ എന്ന് വെച്ച പോലെ ഈ സാറ് ശരിക്കും ഒരു സായിറാം തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് എല്ലാവർക്കും. അതുപോലെ തന്നെ വിളിക്കാൻ തന്നെ എനിക്കും തോന്നുന്നു. എല്ലാവിധ പ്രാർത്ഥനകളോടെയും സാറിന്റെ കാൽക്കൽ നമസ്കരിക്കുന്നു. ഈ കുട്ടികളെ ഈ രീതിയിൽ വളർത്തിയെടുക്കുന്നതിൽ സാറ് വഹിക്കുന്ന പങ്ക് എത്ര പറഞ്ഞാലും മധുചേട്ടൻ ദിവസവും പറയുന്നതാണ്, നമ്മൾ മനസ്സിലെന്നും വിചാരിക്കുന്നതാണ്. അദ്ദേഹത്തിന് എല്ലാവിധ
ഭഗവാന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. തുടർന്നും ഇതേപോലെ കുട്ടികളെ ഇനിയും എത്രയോ തലമുറകളെ വളർത്തിയെടുക്കാൻ സാറിന് ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ കേൾക്കുന്നവരൊക്കെ എനിക്ക് അനുഗ്രഹമായിട്ട് തരണം. നമസ്കാരം ആരും വേണ്ട, എല്ലാവരും അനുഗ്രഹം തരിക. അതാണ് എനിക്ക് വേണ്ടത്. സൂര്യൻ സാറെന്ന് ഒരിക്കലും അങ്ങനെ പറയരുത്. എനിക്ക് അനുഗ്രഹിക്കുക, അതാണ് വേണ്ടത്. കുഞ്ഞുങ്ങൾ, ധാരാളം കുഞ്ഞുങ്ങൾ വരട്ടെ. നമുക്ക് നമസ്കാരം സർ. സായിറാം. മധുചേട്ടനും സൂര്യൻ സാറും പറഞ്ഞ പോലെ വളരെ നല്ലൊരു സന്ധ്യാസമയം. മീൻസ് നമ്മള് ഈ രാമായണ മാസത്തില് ഇങ്ങനെ രാവിലെ, ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ കാവാലം ശ്രീകുമാറിന്റെ ഇത് രാവിലെ തന്നെ വെക്കും. കാരണം എന്റെ മോളത് കേട്ടിട്ടാണ് ഉണരുന്നത്. എന്റെ മൂത്ത മോള് കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള കുട്ടിയാ. അപ്പൊ രാവിലെ അവളത് കേട്ടിട്ടാണ് ഉണരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വിഷ്ണു സഹസ്രനാമം അതങ്ങനെ അവള് പറയും ഇന്ന സാധനം വെക്കണം എന്ന്. അതങ്ങനെ വെച്ചു കൊടുക്കും. അപ്പൊ അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറി. അപ്പൊ ഇന്ന് അരുന്ധതി ചൊല്ലുമ്പം എനിക്ക് അതാ ഓർമ്മ വന്നത്. അത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെൻഡറിങ് ആയിരുന്നു മോളുടെ. വളരെ പക്വതയാർന്ന ഒരു പാരായണം. വളരെ നന്നായിരുന്നു മോളെ. പിന്നെ ഈശാൻ ആ പ്രായത്തിൻ്റെതായിട്ടുള്ള എല്ലാ നിഷ്കളങ്കതയോടും കൂടിയാണ് മോൻ ചൊല്ലിയത്. വളരെ നന്നായിരുന്നു. മിടുക്കനാണ് കേട്ടോ. അടുത്ത തവണ പരമേശ്വരൻ സാറ് പറഞ്ഞ പോലെ ഭംഗിയായിട്ട് സീനിയർ ആയിട്ട്, കുറച്ചുകൂടി സീനിയർ ഒരു കൊല്ലം കഴിയുമ്പോൾ ഇനിയും നന്നായിട്ട് ചൊല്ലണം കേട്ടോ. പിന്നെ വൈഷ്ണവി അന്ന് ചൊല്ലാൻ പറ്റിയില്ല എന്ന് അതിന്റെ കേടൊക്കെ ഇന്ന് തീർത്തു കേട്ടോ മോള്. ഭംഗിയായിട്ട് ചൊല്ലി. പിന്നെ നിരഞ്ജനയും ധനഞ്ജയും. നിരഞ്ജന സീനിയർ കുട്ടിയാണ്, അറിയാം. ധനഞ്ജയ് സീനിയർ ആകണം കേട്ടോ. ഒറ്റയ്ക്ക് അടുത്ത കൊല്ലം ഒറ്റയ്ക്ക് തന്നെ മോൻ ചൊല്ലണം. നമ്മൾ ഇന്ന് സാറ് പറഞ്ഞില്ലേ, അത് അനുസരിച്ച് മധുചേട്ടൻ പറയണ പോലെ അതനുസരിച്ച് അടുത്ത കൊല്ലം മോൻ ഭംഗിയായിട്ട് ഒറ്റയ്ക്ക് ചൊല്ലണം. ഓക്കെ. ഈ രണ്ടായിട്ട് ചൊല്ലുന്നത് അത് അതിന്റെ ഒരു ഭംഗി വേറെയാ. എന്റെ വീട്ടില് ഞങ്ങള് 3 പിള്ളേര് വൈകുന്നേരം എന്നും ഒരുമിച്ചായിരുന്നു നാമജപം ചെല്ലുന്നത്. അപ്പൂപ്പൻ കൂടെ ഇരിക്കും. ഞാനും എന്റെ അനിയത്തിയും എന്റെ വല്യച്ഛന്റെ മകനും. ഒരു വയസ്സ്, 1.5 വയസ്സ്, 2 വയസ്സിന്റെ വ്യത്യാസം. ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് 3 പേരും ചൊല്ലുമ്പം തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു ആരുടെ ശബ്ദമാണ് എന്നുള്ളത്. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഞങ്ങൾ 3 പേരും ചൊല്ലിക്കൊണ്ടിരുന്നത്. അത് ഓർമ്മ വരണം എനിക്ക്. ഈ 2 പേര് കൂടിയിട്ട് ചൊല്ലുമ്പോൾ ആ ഓർമ്മയാണ് വരുന്നത്. അതിന്റെ ഒരു ഭംഗി വേറെയാണ്. എന്നിരുന്നാലും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് നമ്മൾ വളർത്തിയെടുക്കണം. ഇത് ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ഭാഗ്യം ചെയ്ത കുട്ടികളാണ്. സാറിനെ പോലെ, പരമേശ്വരൻ സാറിനെ പോലെ ഒരു ഗുരുവും സ്വാമിയാർ മഠം പോലെ ഒരു പുണ്യ സങ്കേതവും ഒത്തുകിട്ടിയ, പിന്നെ അതുപോലെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളും, ഇതെല്ലാം ഒത്തുകിട്ടിയ പുണ്യാത്മാക്കളാണ് നിങ്ങൾ ഓരോ കുഞ്ഞുങ്ങളും. അത് മനസ്സിലാക്കി ജീവിതത്തിലുടനീളം ആ ഒരു ഓർമ്മ വെച്ചിട്ട് മുന്നേറുക. എല്ലാ പ്രാർത്ഥനയും എല്ലാവർക്കും വേണ്ടിയും, പ്രത്യേകിച്ച് നമ്മുടെ പരമേശ്വരൻ സാറിന് വേണ്ടി. നമസ്കാരം. സായിറാം. നമസ്കാരം എല്ലാവർക്കും. വളരെ നന്നായിരുന്നു ഇന്നത്തെ പെർഫോമൻസ്. എല്ലാവരും പറഞ്ഞു, നല്ല മധുചേട്ടൻ പറഞ്ഞ പോലെ ആ ഭഗവാനെ വിളിക്കാതെ എത്ര ഐശ്വര്യം ഉണ്ടായാലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ശരിയാണ്. അതുപോലെ സൂര്യൻ സാറും പറഞ്ഞു എല്ലാം നല്ല പെർഫോമൻസ് ആയിരുന്നു എന്ന്. എനിക്കും അങ്ങനെ തന്നെയാ തോന്നിയത്. ഞാൻ അവർ പറഞ്ഞതിനെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ സന്ധ്യ മാഡവും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അരുന്ധതി സൂപ്പർ ആയിരുന്നു കേട്ടോ. ഞാൻ വളരെ ലൈക്ക് ചെയ്തിരുന്നു. അതില് വളരെ നന്നായിരുന്നു മോളെ. അതിന് മെച്ചൂരിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല വോയിസ് ആയിരുന്നു, നല്ലായിരുന്നു. പിന്നെ ഈശാൻ കൊച്ചുകുട്ടിയാണെങ്കിലും സന്ധ്യാനാമം നല്ല പോലെ ചൊല്ലി. പിന്നെ വൈഷ്ണവിയും നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ പറഞ്ഞ മാതിരി സൂര്യൻ സാർ പറഞ്ഞ മാതിരി നിരഞ്ജന, ധനഞ്ജയ് 2 പേരും നല്ല ഒരേപോലെ 2 പേരും നല്ല പോലെ ചൊല്ലിയായിരുന്നു സന്ധ്യാനാമം. വളരെ നന്നായിരുന്നു, കേൾക്കാനും നന്നായിരുന്നു. ഇതുപോലെ തന്നെ ഇനിയും എല്ലാവരും പെർഫോം ചെയ്യണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഇതിന് അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ സാറും അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഭഗവാൻ എല്ലാവർക്കും അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. സായിറാം. പ്രോഗ്രാം നാളെ നമ്മുടെ 25ാമത്തെ ദിവസമാണ്. നാളെ പാരായണം ചെയ്യുന്ന രാമായണത്തിലെ ഭാഗങ്ങള് അംഗദൂത്, നാഗാസ്ത്ര ബന്ധനം, നാഗാസ്ത്ര മോചനം, പിന്നീട്
അകമ്പനവധം, പ്രഹസ്തവധം. ഇത്രയും ഭാഗങ്ങൾ നാളെ കവർ ചെയ്യുന്നുണ്ട്. എല്ലാം ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ്, എന്നാലും ഇത്രയും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നാളെ ചൊല്ലുന്നത് കൃഷ്ണ ആർ അയ്യരാണ് ആദ്യത്തെ ഭാഗം ചൊല്ലുന്നത്. അങ്കദദൂത് നാഗാസ്ത്രത്തിന്റെ ഭാഗങ്ങളും, പിന്നീട് ഗൗരി കൃഷ്ണ അകമ്പനവധം, പ്രഹസ്തവധം എന്ന 2 ഭാഗങ്ങൾ ചൊല്ലും. രാമസന്താനം രാജേശ്വരി ജി, ശ്രേയ രാജേഷ് 2 കുട്ടികളാണ്. ഇന്നത്തെ പോലെ തന്നെ എല്ലാവരും നേരത്തെ എത്തി. വളരെ സന്തോഷമുണ്ട്. എല്ലാവരും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ആ ഒരു വേദിയിലെത്തി അനുഗ്രഹിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ നാളെയും നേരത്തെ എല്ലാവരും എത്തുക. ഇന്ന് ഞായറാഴ്ച ആയിട്ട് പോലും നിറയെ ആൾക്കാരുണ്ട്. കാരണം ഞായറാഴ്ച ആൾക്കാർക്കൊക്കെ ഒത്തിരി തിരക്കുകളുണ്ട്. പല പല കാര്യങ്ങളും വേണ്ടി ഓരോരുത്തര് സമയം കണ്ടെത്തുന്നത് ഞായറാഴ്ചയാണ്, പല ജോലിയുടെ ഇടയിലും. അപ്പോ അങ്ങനെയുള്ള ദിവസം പോലും ഈവനിങ്ങിൽ 1 മണിക്കൂർ, ഇപ്പൊ ശരിക്കും 1 മണിക്കൂർ എടുക്കുന്നുണ്ട് നമുക്ക്. എന്നിട്ടും ആൾക്കാർ ധാരാളം ഈ എന്താ പറയാ, അത് രാമായണത്തിന്റെ മഹത്വം തന്നെയാണ്, അല്ല നമ്മുടെ ആരുടെ മഹത്വം അല്ല. രാമായണത്തിന്റെ ആ വശീകരണ ശക്തി, ആ രാമമന്ത്രത്തിന്റെ ശക്തി, 2 മന്ത്രങ്ങളുടെ ബീജാക്ഷരം കൂടി ഉള്ളതല്ലേ, അതിന്റെ ശക്തി കൊണ്ട് തന്നെ ആയിരിക്കണം ഇത്ര ആൾക്കാർ ഇതിനകത്തേക്ക് ആകർഷിക്കപ്പെടുന്നത്. അതിന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടുന്നുള്ളതും ഉറപ്പാണ്. ഈ ഗൃഹങ്ങളിലൊക്കെ എവിടെയൊക്കെ ഇത് കേൾക്കുന്നു ആ ഗൃഹങ്ങളിലൊക്കെ അതിന്റെ ഐശ്വര്യവും അഭിവൃദ്ധിയും സമാധാനവും ഉണ്ടാവും. നാളെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ധാരാളം കുട്ടികൾ നമ്മുടെ പ്രോഗ്രാമിന് വരട്ടെ. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക.